അഞ്ചാം ക്ലാസ്സിലെ സംസ്കൃത പാഠപുസ്തകത്തിലെ ആദ്യത്തെ പാഠം ജീവനം മനോഹരം എന്നതാണ്. അതിൽ ആദ്യത്തെ പ്രവർത്തനമാണ് ഗൃഹപരിസര ജീവജാലാന പക്ഷിണാം നാമാനി വദതു എന്നത്. അതിൽ വീടിനടുത്തുള്ള ജീവജാലങ്ങളെ പരിചയപ്പെടുത്തുന്ന വീഡിയോകളാണ് ഇനിയുള്ളത്. ഒന്നാമത്തെ വീഡിയോയിൽ പക്ഷിജാതികളെയാണ് പരിചയപ്പെടുത്തുന്നത്. നമുക്ക് നോക്കാം. പക്ഷിജാതിഹി, പക്ഷിവർഗങ്ങൾ. ഒന്നാമതായി കാണുന്നത് കാഗഹയാണ്. കാഗഹ എന്ന് വെച്ചാൽ കാക്ക എന്നാണ്. കാക്കയ്ക്ക് കാഗഹ എന്ന് പറയും. അടുത്ത് കപോതഹ. കപോതഹ എന്നാൽ പ്രാവ് എന്നാണ് അർത്ഥം. കപോതഹ. അടുത്തത് കുക്കുടഹ. കാ എന്ന അക്ഷരത്തിൻ്റെ അടിയിൽ ഊ എന്ന ചിഹ്നമിട്ട് 2 കാ ചേർത്ത് എഴുതി അതിനടിയിൽ ഊ എന്ന ചിഹ്നമിട്ട് ടഹ, കുക്കുടഹ. പൂവങ്കോഴിക്കാണ് കുക്കുടഹ എന്ന് പറയുക. അടുത്തത് നോക്കൂ. കോകിലഹ. കോ എന്ന് എഴുതി കാ ഇടത്തോട്ട് വള്ളിയിട്ട് കോക്കി ലഹ, കോകിലഹ. ല എഴുതിയിട്ട് കോകിലഹ. കുയിലിനാണ് കോകിലഹ എന്ന് പറയുക. അടുത്തത് ഉലൂകഹ. ഉ ലൂ, ലായുടെ അടിയിൽ ഊ എന്നുള്ള ദീർഘ ഊ ഇട്ടിട്ട് കഹ, ഉലൂകഹ. മൂങ്ങയ്ക്കാണ് ഉലൂകഹ എന്ന് പറയുക. അടുത്തത് നമുക്ക് നോക്കാം. ബഗഹ. ബ കഹ, ബഗഹ. കൊക്കിനാണ് ബഗഹ. അടുത്തത് നോക്കാം. ശുകഹ. ഷ എന്ന അക്ഷരത്തിനടിയിൽ ഊ എന്ന ചിഹ്നമിട്ടിട്ട് കഹ, ശുകഹ. തത്തയ്ക്കാണ് ശുകഹ എന്ന് പറയുക. അടുത്തത് ശരാരിഹി. ഷ വീണ്ടും രാന്ന് ദീർഘം, വീണ്ടും രായുടെ ഇടത്തോട്ട് വള്ളി, ശരാരി. വിസർഗച്ചിഹ്നം ഇടുന്നു. ശരാരിഹി. താറാവിനാണ് ശരാരിഹി എന്ന് പറയുക. കുട്ടികൾക്കൊരു സംശയം വരാം, ശരാരിഹ എന്ന് പറയാൻ എന്തുകൊണ്ടാണെന്ന്. നിങ്ങൾ ഓർക്കുക, സംസ്കൃതത്തിൽ ആ വിസർഗം വരുമ്പോൾ അതിൻ്റെ ഉച്ചാരണം വരുന്നത് അവസാന അക്ഷരം ഏതാണോ അതിനനുസരിച്ചായിരിക്കും. ഇവിടെ ഈ ശരാരി എന്ന് പറയുമ്പോൾ ഈ ആണ് ഉച്ചാരണം. അപ്പോൾ ശരാരി പറയുമ്പോൾ ശരാരിഹി എന്നാണ് വേണ്ടത്. അടുത്തെന്താണെന്ന് നോക്കൂ. ശേനഹ. ഷ എന്ന അക്ഷരത്തിൻ്റെ പകുതി യ, മുകളിൽ ഏന്ന് ദീർഘം, ശേ, പിന്നെ ന എന്ന അക്ഷരം വിസർഗം. ശേനഹ. ശേനഹ വെച്ചാൽ പരുന്താണ്. അടുത്തെന്താണെന്ന് നോക്കൂ. ശാരിക. ഷ എന്ന ദീർഘം. ഷ എന്ന ദീർഘത്തിൽ ഷ എന്ന അക്ഷരത്തിൽ തന്നെ ഒരു വരയുണ്ട്. ദീർഘം ഇടുമ്പോൾ ഒരു വര കൂടി വരും. ഷാ. രാ ഇടത്തോട്ട് വള്ളി, കാ, ശാരിക എന്നാണ്. ശാരിക എന്ന് വെച്ചാൽ മൈന. ഇപ്പോൾ ഈ കണ്ട വീഡിയോയിൽ ഉള്ള പക്ഷികളാണ് നമ്മുടെ വീടിൻ്റെ പരിസരത്തുള്ളത്. അതുകൊണ്ടാണ് ഈ പക്ഷികളെ മാത്രം ചേർത്ത്. വീടിൻ്റെ പരിസരത്ത് സാധാരണ കാണുന്ന പക്ഷികളാണ് നമ്മൾ ഈ വീഡിയോയിൽ ചേർത്തിട്ടുള്ളൂ. അതുതന്നെയാണ് നമ്മുടെ പ്രവർത്തനവും. ഓക്കെ, ധന്യവാദ.